അപ്പോൾ ഹലോ ഗെയ്സ്, കുഞ്ഞനാണ്, ഓജോ കുഞ്ഞൻ. ഗെയ്സ് നമ്മൾ ഇതേ സൈക്കിളിലാണ്. മൈക്കോടല്ലേ അതെ അമ്മേ ഗെയ്സ്. അപ്പം നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇന്നൊരു ഫ്ലോ മാർക്കറ്റ് ഉണ്ട്. ഫ്ലോ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് അതുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകണേണ്. അതുണ്ടെന്നാണ് ഇവിടെ പോസ്റ്ററൊക്കെ അടിച്ചു വച്ചേക്കണത്. അവിടെ ചെല്ലുമ്പോൾ അതില്ലെങ്കിൽ പക്ഷെ അവിടെ ഉണ്ടാവണം. ഞങ്ങൾ ചാറ്റ് GPT അടിച്ചു നോക്കിയപ്പോൾ അത് 6:30 തുടങ്ങും, 1 മണിക്ക് തീരും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ പോസ്റ്ററിലൊക്കെ കാണുന്നത് 11 മണിക്കത് തുടങ്ങും, 1 മണിക്കത് തീരും എന്നാണ് പറയണത്. ഇപ്പം നമ്മൾ ചെന്ന് നോക്കണേണ്. സായോണ അമ്മയൊക്കെ പുറകെ വന്നിട്ടുണ്ട്, അവർ പതിയെ വരുള്ളൂ. പിന്നെ ഞായറാഴ്ചയുമാണ്. അപ്പം ഞാൻ എന്താ മറ്റേ സൈക്കിൾ ട്രാക്കിലേക്ക് കടക്കാൻ വേണ്ടി പോണേണ് ഗൈസ്. അപ്പോൾ ഗൈസ് ബൈ. ഞാൻ ഇനി വഴിയോര കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ബൈ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല. അവിടുത്തെ വീടുണ്ട 2 കളറ്, ഇപ്പുറത്ത് നീല കളറും അപ്പുറത്ത് മഞ്ഞ കളറും. കണ്ട. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കണേ. അമ്മയും സാധനം ഫ്രണ്ടിലുണ്ട്. വയ്യ ഗൈസ് ചവിട്ടാനൊന്നും. മരം. ഗൈസ് ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. കാരണം അവിടെ ചെന്നിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പം അതിന് സമയം വേണമല്ലോ. അപ്പം ഞാൻ അയ്യോ ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. വെയിറ്റ് ആക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതുണ്ടോ മഞ്ഞ വീട്. ഗൈസ് എനിക്ക് നിങ്ങളാ ഇവിടത്തെ ഒരു പാടങ്ങളും പുഴകളൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, നല്ല സ്ട്രക്ചറുള്ള വീടുകളല്ലേ ഇതൊക്കെ. ഇവിടെ വെള്ളം ഒടിക്കണം. ഓക്കെ, കണ്ട ആ പാടത്തിൽ വെള്ളം ഒടിക്കണ സാധനം കണ്ട, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇവർ ഇടക്കിടക്കൊന്നും ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്നും കൊടുക്കണ്ട ഗൈസ്. ഇങ്ങനെ ഇത് അടിച്ച് എല്ലായിടത്തും തെറിപ്പിച്ചിട്ട് കൊടുക്കും. ഇതെന്തോ കൃഷിയാണ് ഗൈസ്. ഞാൻ ഇല്ലേ വെയിറ്റ് ആക്കടാ, ഞാൻ ഒന്ന് ബ്രേക്ക് കുടിച്ച്. അത് കണ്ട ആ മഞ്ഞ വലിയ ബിൽഡിങ്, അതാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിലത്തെ, അതായത് ഞങ്ങളുടെ ബിൽഡിംഗ് എന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലെ മറ്റേ ക്ലോക്ക് ടവർ. ഇത് ഗ്രാമത്തിൽ എവിടെ നിന്നാലും അത് കാണാൻ പറ്റുമെന്നാണ് തോന്നണത്. നമ്മളെവിടെയെങ്കിലും വഴിയേറ്റിയ പോയിട്ടുണ്ടെങ്കിൽ അത് ഗൈസ് ഈ റെഡ് സൈഡിൽ കൂടി പോകണം. അതൊരു അടയാളം കൊണ്ട് നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും, മനസ്സിലായ? അപ്പോൾ ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബൈ. അപ്പോൾ ഗൈസ് ഈ ജർമ്മനിയിൽ ലൈറ്റ് ഇല്ലാണ്ട് ഓടിച്ചാൽ എന്തോ 20 25 എന്തോ എത്രയോ യൂറോ ഫൈൻ ഉണ്ടെന്നൊക്കെ പറയണത്. ഇതാണ് എൻ്റെ ലൈറ്റ്. ബാക്കിലുണ്ട് ഒരു റെഡ് ലൈറ്റ്. ഗൈസ് കയറ്റം. ബൈ. ഈ ഓറഞ്ച് ബോർഡിൽ ഫ്ലോ മാർക്കറ്റ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് എല്ലാവരും പോകുന്നുണ്ട്. ഇങ്ങനെ വാനായിട്ടൊക്കെ ആൾക്കാർ പോണത്. പച്ചത്തിരണം വാനില്ലേ, വാനായിട്ട് പോയിട്ട് ഇവർ സെക്കൻഡ് ഹാൻഡിൻ്റെ പൈസ കുറച്ച് മേടിച്ചിട്ട് പൈസ കൂട്ടി വിൽക്കും എന്നൊക്കെയാണ് എനിക്ക് തോന്നണത്. റെഡ് വണ്ടി ഗൈസ്. ഇങ്ങനെ ഇവന്മാർ, അതായത് ഞങ്ങളുടെ സ്കൂളിലത്തവന്മാർ ഇച്ചിരി യൂറോപ്യൻ കൾച്ചർ ഗൈസ് എന്ന് പറഞ്ഞാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു മഞ്ഞ വണ്ടി കണ്ടിട്ടാണെങ്കിൽ കൈക്കിട്ട് ഇങ്ങനെ ഇടിക്കും. 3 റെഡ് വണ്ടി കണ്ടിട്ടാണെങ്കിൽ ഒരു മഞ്ഞ വണ്ടിയായിട്ട് കൂട്ടിയിട്ട് കൈക്കിട്ട് വീണ്ടും ഇടിക്കും. അപ്പം ഞങ്ങൾ ഇന്നലെ കടയിൽ പോയപ്പോൾ ആദ്യം മഞ്ഞ വണ്ടി കണ്ടപ്പോൾ ഞാൻ ചാച്ചനെ പിടിച്ചിടിച്ച്, ചാച്ചൻ എന്നെ പിടിച്ചിടിച്ച്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇടിയായിരുന്നു. പിന്നെ അപ്പുറത്തെ സായിപ്പൊക്കെ അത് കണ്ട് ചിരിക്കണമായിരുന്നു. എന്നാലും കുഴപ്പമില്ല ഗൈസ്, മഞ്ഞ വണ്ടി കണ്ടപ്പോൾ ഞങ്ങൾ ഇടിച്ച്.
അപ്പം ഇപ്പം ഇവിടെ 3 റെഡ് വണ്ടി ഉണ്ടപ്പം എനിക്ക് ഇടിക്കണം എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇടിച്ചിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ പടവും കുത്തും. വേണ്ട. അപ്പോൾ ഗീസ് ബൈ ബൈ. ഗീസ് സൈക്കിൾ പാർക്ക് ചെയ്ത് ഇതേ കെട്ടി വെച്ച് കാര്യം കൂടെ എടുത്തിട്ട് പോയാലോ. അപ്പോൾ ഗീസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണേണ്. ഞങ്ങൾ കുറച്ച് അവിടെയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം ഗേസ്. ഇവിടെ നിങ്ങൾ നമുക്ക് ഈ ലെഫ്റ്റിലേക്ക് പോയി ഇഷ്ടം പോലെ ഉണ്ട് ഗേസ്. ഗേസ് ഞങ്ങൾക്കൊരു ഷൂ മേടിക്കണം. സായോണൊരു ബൂട്ട് മേടിക്കണം. ഗേസ് സാധനങ്ങളൊക്കെ കൂടി പോണ്ട്. ഇതേ അവിടെ പാവ കുട്ടികളുടെ പാവക്കുട്ടി എന്തിനാണ് നമുക്ക് മറ്റേ ഫിഗറുകൾ. ഇത് ഫ്രഷ് പോലെ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് തോന്നണ. ആ ജാക്കറ്റ് കിട്ടില്ല. ജാക്കറ്റ് അല്ലേ സായോണ വരും. ഇതേ അവിടെ തൂക്കിട്ടേക്കാൻ ജാക്കറ്റ്. അത് കിട്ടില്ല ഇടിക്കോമേ. ഇത് ഗിറ്റാറൊക്കെ വെച്ചിട്ടുണ്ട് കേസ്. ഇതൊക്കെ ഉപ്പ് കല്ലും എന്തൊക്കെയോ. അതായത് ഇങ്ങനെ വലിയൊരു കല്ല്. അവിടെ എന്ത് തിരക്കാണ്. ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അത് ഫ്രാങ്കന്താലില് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഇവിടെ അധികം തിരക്ക് കുറവാണ്. പിന്നെ തിരക്ക് അധികം ഉണ്ട്, എന്നാലും ഇച്ചിരി കുറവാണ് അവിടെ തന്നെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ സാധനങ്ങളും കുറേ ഉണ്ട്. പക്ഷേ ചാച്ചൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചാച്ചന് ഇപ്പം ഡ്യൂട്ടി ഉണ്ട്. ഇതിപ്പോൾ എന്താ വീഡിയോ എടുക്കണ്ടേന്ന് അറിയാൻ പാടല്ലോ. എടാ ഞാൻ എന്ത് ഷോക്കോടാ. അതെ, ക്ലാസ്സിലുള്ള ആരോടെ ഉണ്ടാവാന്നായിരുന്നു മതിയായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്ന നമ്മൾ സെക്കൻഡ് ഹാൻഡ് പൈസക്ക് പൈസ കുറഞ്ഞ സാധനങ്ങൾ മേടിക്കാൻ വന്നേക്കണേണെന്ന്. ചെഗ്വേര റെഡ് കൊടി കണ്ടായിരുന്ന. എവിടെ? ആ ഗീസ് അതിൻ്റെ അറ്റത്തൊരു അലാവുദ്ദീൻ ഇരിപ്പുണ്ട്. കണ്ടായിരുന്ന? അവിടെ എവിടെ ഇപ്പുണ്ട്. അതെനിക്ക് കാലാണ്. ഗീസ് ദേക്കണം. അമ്മാമേനെയൊക്കെ അടിച്ചിട്ടിട്ടാ പോണത്. €1. നല്ല വിൻറ്റേജ് സാധനങ്ങളിവിടെ വന്നാൽ കിട്ടൂട്ടോ. അമ്മ എൻ്റെ തലയിടിച്ച് പൊളിച്ച് അമ്മ. ബൈ ദ ബൈ, ഇന്ന് ഹാപ്പി മദേഴ്സ് ഡേ ആണ്. ഹാപ്പി മദേഴ്സ് ഡേ മമ്മി. എന്താണ് ചൂണ്ടിരിപ്പുണ്ട് ഈസോടാ. ഇതിങ്ങനെ വർക്ക് ചെയ്യണം. മറ്റേ പണി സാധനങ്ങൾ, ആയുധങ്ങൾ. ഇത് ഇഷ്ടംപോലെ ഉണ്ട്. എന്തൊക്കെയുണ്ട്. അവിടെ കണ്ടിട്ട് ഇങ്ങനെ പോകാം. സൈക്കിള്, കൊച്ചു സൈക്കിൾ. ശരിയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൊച്ചു സൈക്കിൾ, കൊച്ചു JCB. എടാ നമ്മളെന്തായാലും ഇതൊക്കെ മേടിച്ചിട്ട് എന്തിനാണ്. ശരിയാണ്. ഇതേടാ മറ്റേ ഹോവർ ബോർഡ്. €10 ഹോവർ ബോർഡ്. ഗേസ് €1 എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 118 രൂപയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 11, 18 എത്ര എനിക്ക് ഒരു പ്രശ്നമല്ല. വിൻറ്റേജ് കാറൊക്കെ ഇരിക്കണുണ്ട്. ഇവിടെ എന്താ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഉപ്പിലിട്ട മുളക ഏതാണ്ട. ആരാണിത്? ഇത് ഇതായിട്ടാണ് കേട്ടോ. അതേ ഉപ്പിലിട്ട മുളക്. അയ്യോ, അവിടെ ഇഷ്ടംപോലെ പലഹാരങ്ങളും മധുര പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ മറ്റേ ദുബായ് ചോക്ലേറ്റിൽ ഇങ്ങനെ മറ്റേ സാധനമില്ല ഗീസ്, ദുബായുടെ മറ്റേ പിസ്തയുടെ പൊടി, അതൊക്കെ ഇട്ടിട്ടുള്ള ക്രോസൻ്റ് ഒക്കെയാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ ഗീസ്. പിന്നെ നമ്മളിവിടെ മിസ്സായി പോലും കുഴപ്പമൊന്നുമില്ല. കൈവച്ചുണ്ടാക്കിയതാണെന്ന്.
eine schöne Arbeit. Immer 2 Ketten 15 Euro. അമ്മേ രണ്ടെണ്ണത്തിന് 15 രൂപയെന്ന്. Kann man sich dann aussuchen, egal was, wie, wo, etc. Ne? ഓ ഇത് കൈ വെച്ചുണ്ടാക്കിയാണെന്ന് അറിയണം. ആ ഇനി പോവായോ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരുടെ മേടിക്കണം നിർബന്ധമാണ്. റോങ് ആണ് ഈ മറ്റേ വിൻറ്റേജ് സാധനം കാണാം, മറ്റേ മെഴുകുതിരി വെക്കണം. ഇതാ കൊമ്പ, എന്താണിത്? കൊമ്പ് എന്തോ തല. ഞാൻ അപ്പുറത്ത് സൈക്കിൾ ഇഷ്ടംപോലെ സൈക്കിൾ ഇപ്പം ഉണ്ട്. നോക്കിയേക്കട്ടെ ഏട്ടാ സൈക്കിളൊന്നും. സെറ്റ് ആ ഇഷ്ടംപോലെ സൈക്കിളുണ്ട്. പക്ഷെ നല്ല പൈസ ആയിരിക്കുള്ളൂ. ശരിയാണ്, അതിനേക്കാൾ ഇച്ചിരി കൂടി ഹ്യൂജ് ആണിത്. പക്ഷെ അവിടെ കുറച്ചും കൂടി ഷൂ കളക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഇച്ചിരി കൂടി ഷൂ കളക്ഷൻ, ഡ്രസ് കളക്ഷൻ ഒക്കെ കൂടുതലായിരുന്നു. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേസ്. ശബ്ദം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേസ്. എന്താണിത്? ബെഡ്ഷീറ്റും പൂച്ചയും. പൂച്ചനെ കാണണ്ട കേസ്, ടോമാഞ്ചേരി ആണെന്നുണ്ട്. എടാ സൈക്കിളിന് എത്ര വിലയെന്ന് വെച്ചാലോ, ഇത് നമുക്ക് മേടിക്കാം. നമുക്ക് റോക്കി ബായ് ആവാം. റോക്കി ബായ്. ഈ ലോകത്തുള്ള എല്ലാ സ്വർണ്ണവും ഞാൻ എൻ്റെ അമ്മക്ക് മേടിച്ചു കൊടുക്കും ഗൈസ്. കിടില സൈക്കിൾ. ഇത് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് തോന്നൂല. ഓ എന്ത് 250 യൂറോ ഗൈസ്. ചട്ടിയാണ്ടാ. ഇതേടാ ഇവിടെ എന്തോ കിട്ടണ്ട, മറ്റേ അണ്ടിപ്പരപ്പും ബദാമൊക്കെ പുളി. പിന്നെ ഗൈസ് ഇവിടെ നിന്ന് നിങ്ങൾ ആരും പാവകളൊന്നും മേടിക്കരുത് ഗൈസ്. ഇവരെന്തെങ്കിലും പാവയിൽ തലയിൽ ആണിയൊക്കെ അടിച്ചു വെച്ച് നമ്മൾ പ്രേതം ഇട്ട് തരും നമുക്ക്. അപ്പോൾ നമ്മളെ വീട്ടിൽ കൊണ്ട് നോക്കുമ്പോൾ പ്രേതവും. ഗൈസ് കിട്ടില്ല സൈക്കിളുകൾ ഗൈസ്. അടാ അവിടെ ലെതറിന്റെ ജാക്കറ്റ് ഉണ്ടോ? ഇതല്ല ഗൈസ്, ഇതിന്റെ പുറകിലൊരു ലെതറിന്റെ ജാക്കറ്റ് ഉണ്ട്. കിടിലം ക്ലോക്ക്. ചാച്ച ഇവിടെ ഉണ്ടാവും. ചാച്ചാന്ന് ഗേസ് ഇവിടെ ഉണ്ടാവും. എനിക്കറൊക്കെ ഉണ്ട്. അമ്മ എന്നെ ഇടിച്ച് കൊണ്ടാണ് ഞാൻ അമ്മ ഗേസ്. പിന്നെ ഇത് കുറേ നേരം ഇങ്ങനെ ഭയങ്കര വെയിലാണ് ഗേസ്. ഇതിങ്ങനെ നല്ല തിരക്കും വെയിലും കൂടി ആകുമ്പോഴാണ്ടതാ ഭയങ്കര എന്തോ പോലെ ആകും. ഇങ്ങനെ ചൂട് സമയത്ത് കല്യാണത്തിന് പോണ പോലെ ഉണ്ടാവും. ഒരു ചെറിയ ഹോളിൽ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വരുമ്പോ ഗൈസ് കിടിലൻ ബാഗല്ലേ നോക്കി. ഈ റെഡ് ബാഗ് അതൊക്കെ കൊള്ളാം. അമ്മേന്റെ തൊണ്ട വയ്യ ഗൈസ്. വീഡിയോ ഓ ഗൈസ് വീഡിയോ എടുക്കാൻ പാടാതാണ്. ശടാ എന്നെ സങ്കടപ്പെടുത്തി കളഞ്ഞ്. പിന്നെ അയാളൊക്കെ പെടിയാവാൻ പറ. നമ്മ കൊച്ചിക്കാരാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഏത് മനസ്സിലായ? എന്താണ് അടാ അമ്മ എവിടെയെങ്കിലും ഇങ്ങനെ ഇവിടെ കൊറേ സാധനങ്ങളുണ്ട്. ജാക്കറ്റിൽ ലെതറിന്റെ ജാക്കറ്റുകൾ കിടില്ല സാധനങ്ങൾ. ഇങ്ങോട്ടൊന്ന് സാധനം ഇത് നോക്കിയടോ കിടിലൻ ജാക്കറ്റുകൾ ഗൈസ്. പിന്നെ ഇത് ഒരു ലുക്കില്ല, എനിക്കൊരു രസം തോന്നാനുള്ള. എനിക്കൊരു ജേഴ്സി ഉണ്ടെങ്കിൽ മേടിക്കണമെന്നുണ്ട്. ഇങ്ങനെ റൊണാൾഡോടാ ഈ റെഡ് സാധനം കൊള്ളാം. ശരിയാണ് ട്ടാ ഗൈസ്. ഈ ക്യാമറ ചൂടാവണം ഞാൻ ഈ വെയിലത്ത് വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഞാൻ പകർത്തി തരണമെന്നുള്ള കാരണം ഗൈസ് ഈ ഗിറ്റാറൊക്കെ വെച്ചേക്കണോക്കെ. ഗിറ്റാറൊക്കെ ഉണ്ടോ? പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട്.
പൈസ ഇല്ല ഗൈസ്. എന്നാണെങ്കിൽ ഞങ്ങള് പറയാൻ വന്ന എന്താന്ന് മറന്നു പോയി ഗൈസ്. സത്യം പറഞ്ഞ നിങ്ങളുടെ അടുത്ത് എന്താ പറയണ്ടേന്ന് വെച്ചാൽ പറയാൻ വാക്കുകളില്ല ഗൈസ്. ഗൈസ് ഞാനേ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോണേണ്ട. ഇല്ല ഗൈസ്, ഷൂ കളക്ഷൻ ഇത് കണ്ടിട്ട് കാണിച്ചു തന്നിട്ട് ഞാൻ കട്ട് ചെയ്യാം. കാരണം ഈ മറ്റേ ക്യാമറ കുറച്ചു നേരം ഞാൻ ഒന്ന് മാറ്റി വെക്കട്ടെ. കാരണം ക്യാമറ വെയിലടിച്ചിട്ട് ചൂടാവണ ക്യാമറ. ഈ സ്കിഡിലെ ഷൂകള് പക്ഷെ അധികം കൊള്ളൂല. ഇതേ ഗൈസ് പോപ്കോൺ കട. പക്ഷേ ഇവർ ഈ ചെറിയ പാക്കറ്റിലാക്കി വെച്ചിട്ട് ഭയങ്കര വലിയ പൈസ ഓടിക്കും ദുഷ്ടന്മാർ. ഗൈസ് കൊച്ചിറക്കന്മാരൊക്കെ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കാണ് എന്നെ നോക്കണ്. ഞാൻ ഭയങ്കര സെലിബ്രേറ്റ് ആയി പോയല്ല. എന്ത് ചെയ്യാനാണ് ഗൈസ്. ഞാൻ കട്ട് ചെയ്യാനുണ്ടോ. ബൈ ബൈ. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ബാക്കി വീഡിയോ എടുക്കാണ്ട് വന്നേക്കണം ഗൈസ്. എന്തോ എടുക്കേണ്ടത് ഗൈസ്? ഇത് മറ്റേ PS5 കളിക്കണ മറ്റേ ജോയ്സ്റ്റിക്ക് എന്ന് ഞാൻ പറയണ. എനിക്കറിയാൻ പാടില്ല. ജോയ്സ്റ്റിക്ക് അല്ലേ? യെസ് ആണ് ഗൈസ്. അപ്പുറത്ത് ഹെൻഷൻ അതായത് ചിക്കനൊക്കെ ഉണ്ട് മറ്റേ ഗ്രില്ലടിക്കണ. ആ ഗൈസ് ഇവിടെ ഏത് സൈഡിൽ നോക്കുന്ന എനിക്കറിയാൻ പാടില്ല. അപ്പൊ നമ്മളിങ്ങനെ നടുക്ക് കൂടി നടക്കണേ. ഇതേടാ കിടിലം കട. നോക്കട്ടെ. ഇവിടെ ഒന്നും ഈ ഡ്രസ്സിനൊരു കളക്ഷൻ ഇല്ലെന്നേ. നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഡ്രസ്സ് ഭയങ്കര കിടിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര ഷോക്കാം. ഗൈസ് ഞാനേ ഈ ക്യാമറയിലേക്കല്ല ഞാൻ നോക്കണത്. ഞാൻ കണ്ണുകൊണ്ട് നേരെയാണ് നോക്കണത്. അപ്പം ഞാൻ ക്യാമറയിലേക്ക് നോക്കാത്തണ്ട ക്യാമറ ഇങ്ങനെ വീഡിയോ കിട്ടിയിടണമെന്ന് എനിക്കറിയാൻ പാടില്ല കറക്റ്റായിട്ട്. പോലീസിന്റെ വണ്ടി. ആ ഗൈസ് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒരു സൈഡുള്ളത് നമുക്കെല്ലാം കവർ ചെയ്ത് പോവാം. ഒരു സൈഡൊക്കെ ഉള്ളെങ്കിൽ കാറൊക്കെ ഇരിക്കണം. അവരൊന്നും വന്നിട്ടില്ലല്ലോ. അവരോടെ നിൽക്കണേ ഗീസ്. ഇതൊക്കെ കാറ് മറ്റേ മോൺസ്റ്റർ ട്രക്ക്. ഗൈസ് ഇതൊക്കെ എൻ്റെ ബ്രേസ്ലെറ്റ്സ്. എനിക്ക് ആ ചേഴ്സി കടയിലൊക്കെ പോകണ്ട്. Okay. ബ്രോ മറ്റേ സാധനം ടാക്കീസൊക്കെ ഇതെന്താണ് എല്ലാ സാധനങ്ങളും വെക്കാൻ വെച്ചിട്ടുണ്ട്. ഗേസ് ഞാൻ വീഡിയോ എടുക്കണം കാരണം ഇവരെന്നെ നോക്കണം. അപ്പം എനിക്കിങ്ങനെ എന്താണ് പറയേണ്ടത് അറിയാൻ പാടില്ല ഗേസ്. അതെ ഗേസ് ചാച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, എന്നാലും പൈസ വെറുതെ അങ്ങോട്ട് കളയാനായിട്ട് ഞങ്ങൾക്കൊരു മടി. പ്ലേറ്റൊക്കെ ഇഷ്ടം, നല്ല ഡെക്കറേഷനിലുള്ള പ്ലേറ്റ്. ആ ശരിയാണ് കേട്ടോ. അപ്പുറത്ത് ആ ഫ്രാങ്കന്താലിൽ ഭയങ്കര കൂടുതൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടത്തേനേക്കാളും കൂടുതൽ എനിക്ക് സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടെ സാധനങ്ങൾ കുറേ ഉണ്ട്, നല്ല രസമുള്ള സാധനങ്ങളുമാണ്. അപ്പുറത്തെ എല്ലാം ഉപയോഗിച്ച് നശിപ്പിച്ച് വെച്ചേക്കണ പോലെ ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ ജേഴ്സിയൊക്കെ നോക്കിയപ്പോൾ ടാഗ് പോലും പൊട്ടിക്കാത്ത ജേഴ്സി. അതെ കാലുവേന എടുക്കണം നടന്നിട്ട്. അശോടാ ഇത് ഏത് വഴി ഒന്ന്
ശരി ഗൈസ്, നമ്മൾ പെട്ടുപോയി ഗൈസിൻ്റെ ഉള്ളിൽ. ആ മെതി വഴി കയറി പോയില്ലെങ്കിൽ നമ്മൾ പെടും. കുഴപ്പമൊന്നുമില്ല ഗൈസ്. കാറ് ഇതൊക്കെ കിടിലം കാറ്. എടാ നമ്മൾ കണ്ടുവരാം സാധനം, നമ്മൾ അത് കണ്ടില്ല, അത് ഇങ്ങനെ കണ്ട് കവർ ചെയ്ത് വരാം. വായോ ഗൈസ്, വീണ്ടും എൻ്റെ ക്യാമറ ചൂടായി വന്നുണ്ട്. നമ്മളിവിടം വരെ കണ്ടായിരുന്നു. ഇതേ CD-യാ, ബുക്കാ. CD-യും ഉണ്ട്, ബുക്കും ഉണ്ട് ഗൈസ്. ജർമ്മൻകാരാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഗൈസ്. ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. മൈക്ക് വെച്ചാൽ നന്നായി ഗൈസ്, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം ഈ ശബ്ദം, ഇപ്പം ഇവിടെ ഭയങ്കര ശബ്ദം, തിരക്ക് ഗൈസ്. ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്യണം കേട്ടോ, കാരണം ഭയങ്കര ചൂടായി ക്യാമറ. ബൈ ബൈ ഗൈസ്. ഹോട്ട് വീൽസിൻ്റെ ഒരു കട ഒന്ന് നോക്കിയേക്കട്ടെ ഏട്ടാ. BMW ഒക്കെ ഉണ്ടാവാൻ ചാൻസ്. BMW ഇവിടെ ഉണ്ട്. ഇത് ഫുള്ളും BM ആണ്. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ പൊളി സാധനങ്ങൾ ഗൈസ്. എന്തൊക്കെ ആടെ തേടി നോക്കി BM ഒക്കെ ഇഷ്ടം പോലെ. ആദ്യമായിട്ടാണ് ഇത് നോക്കി BM, മറ്റേ പ്രോക്കറാ. ഇതിലൊക്കെ ഇത് ഇഷ്ടം പോലെ BM. ആടെ ഒരെണ്ണം മേടിക്കണം. Entschuldigung, wie viel kostet diese BMW? Diese 10 Euro. 10 euro പൈസ കുറവാണ്. ഗൈസ് നമ്മളപ്പുറത്തൊക്കെ കണ്ടു വന്ന്. ഗൈസ് ഒറിജിനൽ കൊമ്പ്. ഗൈസ് ഇവിടെ ഇഷ്ടംപോലെ സൈക്കിൾ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇതൊക്കെ എന്തോരം സൈക്കിളൊക്കെ നോക്കെ. ഇതിനെന്തോ 1000 രൂപ വന്ന ഒരു സൈക്കിൾ എന്തോ ആണിത്. ഇത് പക്ഷെ ഇതിന് 450 euro ഒക്കെ ഇവിടെ വെക്കണം. ടൈ ഒക്കെ ഉണ്ട് ഗൈസ്. എനിക്കൊരു ടൈ മേടിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു ലുക്കില്ല. ഷൂവിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഗൈസ്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കണ ഒരു ഷൂ എനിക്ക് കിട്ടണ ഗൈസ്. ഗൈസ് ഇവിടെ പച്ചക്കറികൾ കടേ. എന്താണിത്? പച്ചക്കറി കട. ഭയങ്കര വലിയ ടയറുള്ള അത് നമ്മൾ നോക്കിയപ്പോ 1000 യൂറോസിനെ കാണിച്ചു. ഇയാള് 450 യൂറോ. ഈ പെണ്ണും വിളിച്ചിട്ട് റോങ് ആവണല്ലോ. 300 യൂറോക്ക് മേടിക്കായിരുന്നു. ഭയങ്കര ഒച്ച. അറിയാൻ പാടില്ല, അവരെന്തൊക്കെയാ പറയാനുണ്ട് മനസ്സിലാവുന്നുണ്ട് ഗീസ്. പക്ഷേ എന്നാണെങ്കിൽ ഇവർ ഒച്ചയിൽ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുള്ള ഗീസ്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത് ഗീസ്? നിങ്ങക്ക് മനസ്സിലാവോന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുമെന്ന് നിങ്ങക്ക് മനസ്സിലായ എന്ത് കടയാണ് ഗീസ്? നല്ല മണമുണ്ട് ഗീസ്, കിടില മണം. അങ്ങനെ മറ്റേ എന്താ മണം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് കടയുടെ ഫ്രണ്ടിലിരിക്കണല്ലേ, അതായത് KFC-യിൽ വന്ന മണം. ഇത് ഫുഡിന്റെ സെക്ഷനാ ഗൈസ്. ഇതൊക്കെ ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് അയച്ചിട്ട് പോവായിരുന്നു. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എന്തിനാണ് അത്?
പിന്നെ ഗൈസ് ഇവിടെ കുറേ ഇങ്ങനെ ഗൈസ് വീണ്ടും ഇത് ചൂടാവണം. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കര വെയിലായതാണ് ഇത് ഇടക്കിടക്ക് ചൂടായിക്കൊണ്ടിരിക്കണം ഗൈസ് ഈ ക്യാമറ. ബൈ ബൈ ഗൈസ്. ഗൈസ് നമ്മൾ 2-3 സാധനങ്ങൾ മേടിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാറും ഒരു താറാവും മേടിച്ച്, ഒരു BMW ഒരു താറാവും മേടിച്ച്. താറാവ് എന്തിനാണെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല ഗൈസ്, അമ്മക്ക് കൂട്ടിനാണ്. അമ്മക്ക് താറാവിനെ ഭയങ്കര ഇഷ്ടമാണ്. മദേഴ്സ് ഡേ ആധാരണം ഞങ്ങൾ അമ്മക്ക് താറാവിനെ മേടിച്ചു കൊടുത്തു. ഗൈസ് ഞാൻ വീട്ടിൽ ചെന്ന് കാണിച്ചല്ല BMW താറാവൊക്കെ. ഇപ്പം ഞങ്ങളിനി എന്തെങ്കിലും മേടിക്കണം എന്നാണ് ആഗ്രഹം. BMW എന്ന് പറഞ്ഞാൽ കിട്ടില്ല. BMW 30 യൂറോ എന്തോ അതിന്, പക്ഷെ ഞങ്ങൾ 10 യൂറോ ഒക്കെ അയാൾ വിറ്റ്. അപ്പം ഞങ്ങൾ മേടിച്ച് എല്ലാം മറ്റേ വിൻറ്റേജ് റെയർ സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആരുടെയും കയ്യിൽ ഇല്ലാത്തത് നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്തു. ഞങ്ങളപ്പോൾ ഇപ്പോൾ ഒരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോകണമെന്ന് തോന്നണം. എടാ ഇവനടുത്ത് വെയിറ്റ് സായോണേ പോ 6 യൂറോ ഐസ്ക്രീം മേടിക്കാനും നമുക്ക് വയ്യത്. അപ്പം ഞങ്ങൾ മേടിക്കൂല. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ 3 യൂറോക്ക് കോൺ ഐസ്ക്രീം കിട്ടും, അത് മേടിക്കും. അപ്പം ഞങ്ങൾ മനസ്സിലായ ബൈ ബൈ ഗൈസ് ബ്ലൂ. അപ്പം ഗൈസ് നമ്മൾ ഭയങ്കര വെയിലതാണ് നമ്മൾ തിരിച്ചു വന്നു. വയ്യാണ്ടായി ഗൈസ്, മുട്ട് നമ്മൾ ട്വിസ്റ്റ് അടിക്കണം കാരണം ഭയങ്കര വേദനയായിരുന്നു. പിന്നെ സായോണ് ഇന്നലെ കളിക്കാൻ പോയിട്ട് സായോണ്ടേ കാലം എന്താ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര തിരക്കുമായിരുന്നു. പിന്നെ ഞങ്ങളത് എല്ലാം കണ്ടു തീർത്താണ് ഞങ്ങൾ ഭയങ്കര ബോറടിച്ചപ്പോൾ തിരിച്ചങ്ങോട്ട് വന്ന്. അപ്പം ഞാനിപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം മേടിച്ചത് താറാവ്, അതായത് ആദ്യം മേടിച്ചത് ഈ വെള്ളത്താറാവാണ്. നമ്മൾ ഈ താറാവ് നമ്മൾ പണ്ടൊരു ദിവസം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചാണ് ഈ പച്ചത്താറാവ്. ഇത് തുറക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ താറാവിനൊരു കൂട്ടായിട്ട് നമ്മൾ ഈ താറാവ് മേടിച്ചു. നല്ല രസമുള്ള ഈ താറാവ് നോക്കി, നല്ല ഇതിൻ്റെ അതേ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇച്ചിരി പൊട്ടിയിട്ടുണ്ട്. പിന്നെ 1 യൂറോ ഉണ്ടായിരുന്നു ഞങ്ങൾ മേടിച്ച് ആ താറാവിനെ കൂട്ടായിട്ട്. പിന്നെ ദേ ഇത് റവയിലൊക്കെ ഞങ്ങൾ ഇച്ചിരി പൈസ കൊടുത്തിട്ടാണ് ഇതിന്. അപ്പോൾ ഇത് 2.50 കിട്ടി, അപ്പോൾ ഇത് മേടിച്ച്. പിന്നെ ഈ 3 ബിസ്ക്കറ്റിന് 1 യൂറോ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് മേടിച്ച്. പിന്നെ ഇത് ഡാർക്ക് ചോക്ലേറ്റ്, ഇത് 1 യൂറോ അല്ല 2 യൂറോ ഉണ്ടായിരുന്നു, അപ്പോൾ മേടിച്ച്. പിന്നെ ദേ കുറച്ച് നട്ട്സ് ഇതിനകട്ടെ ഞാൻ കാണിച്ചത് തുറന്നേക്കട്ടെ. അയ്യോ ഗേസ് നട്ട്സ് തുറന്നു. നട്ട്സിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടി ഗേസ്. ഞങ്ങളെന്നാണെങ്കിൽ നട്ട്സ് 100 ഗ്രാം എത്രയാണ് 2 യൂറോ ഒക്കെ മേടിച്ചത്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം നടന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ 1.60 100 ഗ്രാം ഇതേ നട്ട്സ്. അപ്പം അത് ശരി ഷോക്കായി പോയി. പിന്നെ ഞങ്ങൾ മേടിച്ചത് BMW കാണിച്ചാൽ ഓ മൈ ഗോഡ്. ഓ ഗസ് ഇതാണ് BMW. ഇതൊക്കെ കിട്ടില്ലോ അല്ലേ, M1 ആണ് ഗീസ്. ഇതിന് 10 യൂറോ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ ഹോട്ട് വീൽസിൻ്റെ സിൽവർ. ഓക്കെ കിട്ടില്ല, ഇത് പൊട്ടിക്കണ്ടോക്കും ഗീസ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ BMW കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇച്ചിരി ഇപ്പുണ്ട്. പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ട് പിന്നീടാം. ബൈ ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടം ഇവിടെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. തുടർന്ന് ഗൈസ്.